ഗവി റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇതേപോലെ വളവുകളിൽ വെച്ച് ആനയെ കണ്ടാൽ അല്പം റിസ്ക്കാണ്. പെട്ടെന്നായിരിക്കും നമ്മൾ ആനയുടെ മുമ്പിൽ എത്തുക. എന്തായാലും വളവ് തിരിയുന്നതിന് മുമ്പേ കാണാൻ പറ്റി. കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു. വാഹനം നിർത്തിയിടുക. അതുപോലെ അല്പം ശബ്ദമൊക്കെ ഉയർത്തി നോക്കി വണ്ടി ഒന്ന് റേസ് ചെയ്തൊക്കെ നോക്കും. ഞാനിത് എത്ര കണ്ടിട്ടുള്ള ആണ് എന്ന മട്ടിൽ ആന കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. പിന്നെ പതുക്കെ എന്നാൽ ഇവരെ വിട്ട് കളയാം എന്നുള്ള രീതിയിൽ പതുക്കെ ഒന്ന് ഒതുങ്ങാൻ ശരി ഇവരെങ്ങനെയൊക്കെയുള്ളവരാണെന്നൊന്ന് നോക്കും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്നാൽ പിന്നെ വിട്ട് കളയാമെന്ന് കരുതി കറക്റ്റ് അവൻ ടാർ ചെയ്തേക്കുന്നതിൻ്റെ തൊട്ട് വെളിയിലോട്ട് ഇറങ്ങി കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമല്ലോ, ഞാൻ റോഡിന് വെളിയിലാണെന്നുള്ള രീതിയിൽ. പക്ഷേ ആർക്കും വിശ്വസിച്ചങ്ങനെ പോകാൻ പറ്റത്തില്ല. നമ്മൾ വീണ്ടും ക്ഷമയോടെ കാത്തു നിൽക്കുക. അതിനിടയിൽ അത് കൊമ്പനാണോ പിടിയാണോ എന്നൊക്കെ പരിശോധിക്കാൻ യാത്രക്കാരിലാരോ ശ്രമിച്ചു. എന്നാൽ ഇനി മാറി തന്നേക്കാം, പിള്ളേർ പോട്ടെ എന്നുള്ള രീതിയിൽ അവനങ്ങനെ പതുക്കെ കാട്ടിനകത്തോട്ട് ഇറങ്ങുകയാണ്. ആന അങ്ങ് പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പതുക്കെ വണ്ടി എടുത്ത് പോകാം. ഒരു കാരണവശാലും ഹോണടിച്ചും മറ്റ് ശല്യങ്ങളൊന്നും ആനയ്ക്ക് ഉണ്ടാക്കരുത്. വന്യജീവികളെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അവരുടെ വിഹാര കേന്ദ്രമാണ് ഈ കാടുകൾ. നമ്മളാണ് അതിക്രമിച്ച് കയറുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ട പ്രിഫറൻസ് കൊടുത്ത് യാത്ര ചെയ്യുക.